എല്ലാവരും വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വാളില് നമ്മൾ ചെയ്ത ഡിജിറ്റൽ ഇല്ലൂസ്ട്രേഷൻസ് ആണ് ഒട്ടിക്കാൻ പോകുന്നത്. പൊന്നും പിന്നെ രാവിലെ തന്നെ വന്നുകൊണ്ട് നമ്മുടെ കസ്റ്റം ടീഷർട്ട് അവർക്ക് കാണിച്ചിട്ടായിരുന്നു ഇന്നത്തെ തുടക്കം. ഡിജിറ്റൽ ഇല്ലൂസ്ട്രേഷൻസ് ചെയ്യുന്ന സമയത്ത് ഡെമോ ആയിട്ട് ഒരു പ്രിന്റ് എടുത്ത് നോക്കാറുണ്ട്. ഇതൊക്കെ അങ്ങനെ എടുത്ത പ്രിന്റുകളാണ്. വിൻഡോന്റെ ഒരു സൈഡിൽ നമ്മൾ മുന്നേ ചെയ്ത് വെച്ച പെയിന്റിംഗ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സൈഡ് ഫുള്ളി ബ്ലാങ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ എടുത്ത് വെച്ച പ്രിന്റുകളൊക്കെ നമുക്ക് അവിടെ ഒട്ടിക്കാന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെയ്ത വർക്കുകൾ എനിക്ക് തന്നെ കാണാനും അതുപോലെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കാണാനും കൂടി ഹെൽപ്പ് ചെയ്യും. ചെയ്ത വർക്കുകളിൽ നല്ലത് മാത്രമേ നമ്മൾ പ്രിന്റ് എടുത്ത് നോക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വെറുതെ വെക്കാണ്ട് ഒന്ന് ഓർഡറിൽ നല്ല വൃത്തിയിലാക്കിയിട്ട് വെക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രിന്റുകളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് നിലത്ത് വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ചുമരിലോട്ട് ഒട്ടിക്കാൻ പോകുന്നത്. പൊതുവേ ചുമരിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി എനിക്ക് ഇഷ്ടമല്ല. കാരണം വേറെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അവിടെ മൊത്തം വൃത്തികേടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പശ വെച്ച് വൃത്തിയാക്കാണ്ട് ഡബിൾ സൈഡ് ടൈപ്പിന്റെ ചെറിയൊരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത്. കാരണം ഇത് പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിക്കോളൂ. ഈ ഒരു വാളിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇതൊന്നും ഇവിടെ ഒട്ടിക്കുന്നത്. അങ്ങനെ പയ്യെ പയ്യെ ഓരോന്ന് ഒട്ടിച്ച് നമ്മുടെ കയ്യിലുള്ള ഡിസൈൻസ് ഒക്കെ തീർത്തിട്ടുണ്ട്. ഈ ഒട്ടിച്ചതിന്റെ ചുറ്റുള്ള ഈ ബ്ലാങ്ക് സ്പേസിൽ നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യാം കേട്ടോ. ഈ കാണുന്ന ഡിജിറ്റൽ ആർട്ട് വർക്കുകൾ മാത്രമല്ല, നമ്മൾ മുന്നേ ചെയ്ത് വെച്ച ജോൺ വിക്കിന്റെയും റൊണാൾഡോന്റെയും ഹനാൻഷന്റെ ഒക്കെ പെയിന്റിങ്ങുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ നമ്മൾ ഫ്രെയിം ചെയ്യാൻ വെച്ചതാണ്. പക്ഷെ കറന്റ് നമ്മൾ ഒരു ഫ്രെയിം ഉള്ളതുകൊണ്ട് നമ്മൾ റൊണാൾഡോന്റെ ആ ഒരു പെയിന്റിംഗ് ഫ്രെയിം ചെയ്യാന്ന് വിചാരിച്ചു. ഈ പെയിന്റിങ്ങുകളൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ഇത് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഡിജിറ്റൽ ആർട്ട് വർക്കുകൾ പേപ്പർ ആയതുകൊണ്ട് നമ്മൾ ഡബിൾ സൈഡ് കൊണ്ടാണ് ഒട്ടിച്ചത്. പക്ഷെ ഇവിടെ ഫ്രെയിം ആയതുകൊണ്ട് നമ്മൾ ഡബിൾ സൈഡ് കൊണ്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ സാധനം നിലത്ത് കിടക്കും. അതുകൊണ്ട് നമ്മൾ ആണി അടിച്ചിട്ടാണ് ഹാങ് ചെയ്യുന്നത്. അങ്ങനെ ഇന്നത്തെ അറേഞ്ച്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ റൂം ഉള്ളത്. ഇത് ഇവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഓരോന്നും പുറകെ വരുന്നുണ്ട്. വാൾ അങ്ങനെ നമ്മളൊന്ന് ചെറുതായിട്ട് ഡെക്കർ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Bye guys.